നിങ്ങൾ നമ്മളെ ഇത്രയും കഷ്ടത്തിലാക്കി. നിങ്ങളെ കാശൊന്നും ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ ഞങ്ങളെ പ്രസവിച്ചു എന്നുള്ളതല്ലാതെ നിങ്ങളെ കാശ് തിന്നതെല്ലാം ആരാണ്? നിങ്ങൾ ആർക്ക് കൊടുത്തു? മനോരമയ്ക്ക് കൊടുത്തത് നമുക്ക് നല്ലതുപോലെ അറിയാം. അമ്മ ആ പൈസ നിങ്ങൾ ആത്മാവുണ്ടെങ്കിൽ അതൊന്ന് തെളിയിച്ചതാ. ഈ ആര് കള്ളം പറഞ്ഞാലും ആത്മാവ് മുകളിലൊരു ദൈവം ഉണ്ടല്ലോ. ഞങ്ങളത് ദൈവം തെളിയിക്കട്ടെ, കാലം തെളിയിക്കട്ടെ എന്ന് നമ്മൾ കരുതുന്നമ്മ. നിങ്ങൾക്ക് നമ്മളറിയാതെ ഈ പണം അത്രയും 10-25 ലക്ഷം രൂപ വരെ നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തില്ലേ അവർക്ക്? അമ്മയില്ലാത്ത വീടില്ലയോ? അതെ. ഇന്നലെ വരെ വീട്ടിൽ അമ്മ ഉണ്ടായിരുന്നു. എല്ലാ കാര്യം നോക്കാനൊക്കെ. അമ്മയ്ക്ക് എന്ത് പറ്റി? എല്ലാം ഓടി നടന്ന് ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട്. അല്ല, ഈ ശരിക്കും പറഞ്ഞാലേ ഈ ഒരു വീടിന്റെ അവസ്ഥ ഉണ്ട്. തേക്കാതെ ഇങ്ങനെ കിടക്കുന്ന കാര്യം എന്താ? കാണിച്ചു വീട് കിടക്കുന്നുണ്ടോ? തേക്കേണ്ട പണി ചെയ്യേണ്ട പൈസ മൊത്തം പല ആൾക്കാരെ കയ്യിലായി. ഇവര് അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പം പൈസ കൊടുക്കാറുണ്ട്. അങ്ങനെ ചില ആൾക്കാർ 1-2 പേര് വിളിച്ച് പറഞ്ഞു. അമ്മയ്ക്ക് മാസം എത്ര വരുമാനം ഉണ്ടായിരുന്നു? പെൻഷന് ക്ലിയർ ആയിട്ട് തുക 10-20,000 ഉണ്ടായിരിക്കുമല്ലോ. കാണും, കാണാതിരിക്കില്ല. എത്ര ഉണ്ടായിരിക്കും നിങ്ങളുടെ അറിവില്? നമ്മളെ അറിവിൽ അങ്ങനെ എൻ്റെ ഇന്നുവരെ പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. പെൻഷൻ്റെ കാര്യം ഒന്നും ചോദിച്ചിട്ടില്ല. ഇത് മോളാണ്? ഇതാരത്? ഇത് മൂത്ത സഹോദരിയാണ്. ഞാൻ ചോദിക്കുന്നത് മകനോട്, ഈ സഹോദരനോട് ചോദിക്കുക, നിങ്ങളുടെ വീട് ഇത്രയും സാമ്പത്തികമുള്ള ഒരു വീട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ചിന്തിക്കുന്നത്. എന്താ പറ്റി ഈ വീട് ഇങ്ങനെ ഇടകൊള്ളായിരുന്നതാ? ഈ 2010 മുതൽ ഈ മനോരമ എന്ന് പറയുന്ന ആളുമായിട്ട് അമ്മയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അവർ അങ്ങനെ ഈ അമ്മയ്ക്ക് കിട്ടുന്ന കാശെല്ലാം അവർ തന്നെ അവരുടെ കൈവശത്ത് കൂടെയും അവർ പലർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ശിവകുമാറിന് 5 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്ക് ഇത്ര സാമ്പത്തികം വരാനുള്ള കാരണം എന്തുവാ? ഈ പെൻഷൻ ആയപ്പോഴുള്ള 1 രൂപയും നമുക്ക് ആർക്കും തന്നിട്ടില്ല. അമ്മ LD ക്ലർക്കായിരുന്നു പഞ്ചായത്ത് ഓഫീസിൽ. അന്നു മുതലുള്ള കാശ് എല്ലാം അവരുടെ കൈവശത്ത് കൂടെയാണ്. അമ്മ എന്തോ ഒരു ട്രാപ്പിലാക്കി. മാസം ഇപ്പൊ പെൻഷൻ ഉണ്ട്. അതെ. പക്ഷെ നിങ്ങൾക്ക് ഒരു പൈസ നമുക്ക് തരുന്നില്ല. നമ്മൾ ചോദിക്കില്ല. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയുണ്ട് എനിക്ക്, അങ്ങനെ നമ്മൾ അമ്മയുടെ കയ്യിൽ നിന്ന് ഒന്നും ചോദിക്കുകയൊന്നുമില്ല. ഇതെല്ലാം അവര് ഈ അയൽക്കാർ പറഞ്ഞിട്ടുണ്ട്. അവരൊരു ആളുമായിട്ട് വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും പൈസ. ഭാര്യ ഭർത്താവ് മരുന്നെന്നാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷെ അവർക്ക് ആ സ്ത്രീക്ക് ഭർത്താവില്ല. മനോരമ എന്ന് പറയുന്ന സ്ത്രീ ട്രാപ്പിലാക്കി അമ്മ ആക്കി. അമ്മ അവസാനമായിട്ട് എങ്ങനെ കാണുന്നത്? എങ്ങനെ? അമ്മ കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ മനോരമയുടെ ഫോൺ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. ശിവകുമാർ എന്ത് പറയുന്നത്, എനിക്ക് വീട് വയ്ക്കണം, ഒരു വീട് വയ്ക്കേണ്ട ക്യാഷ് നിൻ്റെ കയ്യിൽ നിൽക്കുകയാണ്, എനിക്ക് തന്നില്ല എങ്കിൽ നിങ്ങളെ ഞാൻ വിവരം അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അമ്മ ഞങ്ങൾ ചോദിച്ചപ്പോഴും പറഞ്ഞ് ഇല്ല, അവൾ തരും എന്ന് പറഞ്ഞ് ബഹളത്തിനൊന്നും പോവണ്ട, ബഹളം എന്ന് പറഞ്ഞാൽ കേസ്, പോകണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ചൊവ്വാഴ്ച അവരുടെ വീട്ടിൽ പോയി, കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി. ബുധനാഴ്ച രാവിലെ നമ്മളെ അതെ, കൂട്ടുകാരിയുടെ ഒരു അയൽവാസിയാണ് വിളിച്ചറിയിച്ചത്, സഹോദരനെ വിളിച്ചു പറഞ്ഞത്. പിന്നെ അമ്മ ഇതുപോലെ മൂത്രം ഒഴിച്ച് ബോധമില്ലാതെ കിടക്കുന്നു, മരിച്ചു കിടക്കുന്നു, ചുരുണ്ട്. അല്ല, ഹാർട്ടിനോ അവരുടെ ഒരു അസുഖമല്ല. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഒരു ചെറിയ വീഴ്ചയിൽ കാലിന് ഒരു പൊട്ടലുണ്ടായി, ചെറിയ. അതിന്റെ ഒരു ഇതല്ലാതെ അമ്മയ്ക്ക് വേറെ ഒരു അസുഖവും ഇല്ല. അല്ലാതെ ഹാർട്ട് അറ്റാക്ക് വന്നതൊന്നും വിശ്വസിക്കുന്നതേ ഇല്ല. അപ്പൊ നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ ഇവര് സ്ലോ പോയിസൺ എന്തെങ്കിലും 6 മാസത്തിന് മുമ്പേ അമ്മയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ചാളുവ ഇങ്ങനെ ഒഴിക്കൊണ്ടേയിരുന്നു. അപ്പോഴും അത് എന്തെങ്കിലും ഇവർ സ്ലോ പോയിസൺ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം ഇത്രയും ലക്ഷങ്ങൾ അവരെ കൊണ്ട് തിരിച്ചു കൊടുക്കാൻ ഒരു ആയി. പിന്നെ ഇത് കൊടുക്കാനുള്ള ഒരു മടി കൊണ്ട് ഇവരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു അവർക്ക്. അതെ. ഇനിയിപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും അമ്മയെ അവിടെ വിളിച്ചു വരുത്തി ഇവരെല്ലാവരും കൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നല്ലതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേർക്കായിരിക്കാം ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ. നമുക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ അമ്മയ്ക്ക് വേറെ ഒരു അസുഖമുള്ള ആളല്ല. ഈ വീടിന്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ. അല്ല, അന്ന് ഈ അമ്മയുടെ രഹസ്യങ്ങളും എല്ലാം അടങ്ങിയ ഒരു പെട്ടിയുടെ മോഷണം പോയി. അതെവിടെ വെച്ചിരുന്നു? അമ്മയുടെ സുരക്ഷിതമായിട്ട് വെക്കുന്ന എവിടെയായിരുന്നു? സുരക്ഷിതമല്ല, ഈ കട്ടിൽ അതിനകത്താണ് കിടന്നത്. ഈ കട്ടിന്റെ അടിയിലോട്ട് അമ്മ വെക്കും. അമ്മയുടെ എല്ലാ രേഖകളും പെട്ടിക്കകത്താണ് വെച്ചിരുന്നത്. അതെ. അത് മോഷണം പോയി. അതിനകത്താണ് എല്ലാ കൊടുക്കൽ വാങ്ങൽ രേഖകൾ, അമ്മയുടെ റേഷൻ കാർഡ്. തിങ്കളാഴ്ച
അമ്മ ഇവിടെ ഇരുന്ന് വൈകുന്നേരം പെട്ടി തുറന്നു വെച്ച് എല്ലാം പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇവിടെ ഇരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് മരിക്കുന്നത്. ആ ചൊവ്വാഴ്ച വൈകുന്നേരം അവിടെ പോവായി. രേഖകളൊക്കെ പരിശോധിക്കുന്നതാണ്. ബുധനാഴ്ച ചൊവ്വാഴ്ച തിങ്കളാഴ്ച ഇവിടെ ഇരുന്ന് എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ കൊടുത്ത് പൈസയുടെ കാര്യങ്ങൾ നോക്കുമായിരിക്കും. ആണായിരിക്കും. കാര്യം നമ്മളതിൽ തലയിടണമെങ്കിൽ ഉടനെ വഴക്ക് പറയും. പിന്നെ നമ്മളത് സംസാരമാകും. അമ്മയ്ക്ക് പേടി, നമ്മൾ അറിഞ്ഞ അമ്മയെ വഴക്ക് പറയുമെന്നുള്ള പേടിയിൽ അമ്മ എല്ലാം ഒളിച്ചു. കാര്യം ഇതിനു മുമ്പ് ഈ വീട്ടിൽ അമ്മ 2 ആഴ്ച 1 ആഴ്ച ഒന്നും ഇല്ലാതിരുന്നിട്ടുണ്ട്. പലപ്പോഴും ചേച്ചിയുടെ വീട്ടിലായാലും ഇളയ കുഞ്ഞമ്മയുടെ ആയാലും അവിടെയൊക്കെ പോയി നിൽക്കും. അപ്പോൾ ഈ താക്കോല് ഒരിക്കൽ ഒരു താക്കോല് കൊണ്ട് കളഞ്ഞുകൊണ്ട് അടുത്ത താക്കോല് അമ്മ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്തിലാണ് സ്ഥിരം വയ്ക്കുന്നത്. അപ്പം അറിയാവുന്നവർ തന്നെ എൻ്റെ എൻ്റെ ബലം മരണ വാർത്ത കറക്റ്റ് അറിഞ്ഞിട്ട് പ്ലാനോടെ ചെയ്തതാണ്. കാര്യം പെട്ടിയോടെ പോകണമെങ്കിൽ അമ്മ ചിലപ്പോൾ അതിൽ കുറച്ച് പൈസയൊക്കെ ചിലപ്പോൾ ശേഖരിക്കും. ഏകദേശം 1 ലക്ഷം രൂപയോളം അതിനകത്തുണ്ട്. പെട്ടെന്ന് എനിക്ക് പൈസ ഇരിക്കുകയില്ലേ, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട, ഇതെടുത്ത് എൻ്റെ കാര്യങ്ങൾ നോക്കണം. അതൊരു മനസ്സിന്റെ ഒരു പ്രായം ആയതുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ചോദിക്കുന്നത് ഒറ്റ മോനാണ് ഈ അമ്മ ഈ ഇത്രയും വലിയ ഇപ്പൊ കൊടുക്കൽ വാങ്ങലൊക്കെ പറയാത്ത എന്തായിരുന്നു ഈ അമ്മ അങ്ങനെ ബുദ്ധി കാണിക്കാൻ? ഒന്നും പറയില്ല, നമ്മുടെ അടുത്തൊന്നും പറയില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ചോദിക്കുമ്പോൾ ഒറ്റ വാക്കേ പറയുള്ളൂ അമ്മ, അത് എൻ്റെ കൂട്ടുകാരിയാണ്, കുറച്ച് പൈസ കൊണ്ട് തരും ആൾ ചതിക്കൂല. ഈ ഒരു ഡയലോഗ് മാത്രമേ അമ്മേരെ ആയിരുന്നു വന്നിട്ടുള്ളൂ. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ശരിക്കും സഹോദരൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പുള്ളിക്കാർ ഒറ്റയ്ക്കായി, കല്യാണം കഴിച്ചിട്ടില്ല, ഒരുപാട് ബാധ്യതകളും അല്ലേ? അതെ എല്ലാം ഇതിനകത്ത് ആക്കി വെച്ചിട്ട് അവർ നല്ല പ്ലാൻ നല്ല ഈ മരിച്ചത് മനോരമയ്ക്ക് അറിയാം. മനോരമ പറയേണ്ടവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ വന്ന് എടുത്തോണ്ട് പോയതിന് ശേഷമായിരിക്കും ഒരു പക്ഷേ നമ്മളെ വിളിച്ച് പറഞ്ഞത്. സഹോദരൻ ഇവിടെയല്ല, എൻ്റെ സഹോദരിയുടെ അടുത്ത്, ഇളയ സഹോദരിയുടെ അടുത്ത് അവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം നമ്മളവിടെ പറയാത്ത രഹസ്യവും അമ്മ അവരോട് പറയും. മക്കൾക്കൊന്നും അറിഞ്ഞൂടാ. ഒരു ഭയം പോലെ, അതാ എന്തോ ഒരു ഭയം പോലെ. നമ്മൾ ഇനി ഇത്ര എമൗണ്ട് ഒക്കെ വെളിയിൽ കിടക്കുന്നില്ലേ, നമ്മൾ എടുത്തിയാൽ എന്തെങ്കിലുമൊക്കെ പറയും. സഹായിക്കുമായിരുന്നോ? ആ പെൻഷൻ വാങ്ങുമ്പോ നമ്മള് പേരിന് വേണ്ടിയുള്ള സഹായമുള്ളൂ. പെൻഷൻ വാങ്ങുമ്പോൾ പിന്നെ ഡെയിലി ഒരു 100 രൂപ, ഡെയിലി 100 രൂപ. ഞാൻ പൂർണ്ണമായി തീർക്കായിരുന്നു. നല്ലൊരു വീടാക്കായിരുന്നു നമ്മൾ മനസ്സ് വിചാരിച്ചത്. പക്ഷെ അമ്മയ്ക്ക് ആ ഒരു മനസ്സൊന്നുമില്ല. അവന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങുക വൈകുന്നേരം വരെ പോകില്ല. പഞ്ചായത്ത് ഓഫീസാണ് അവരെ ഓർമ്മ മൊത്തം. അവിടെ പാറശ്ശാല പഞ്ചായത്തിൽ ഇരുന്ന് അവിടെയാണ് ഫുള്ള്. പെൻഷനായ അന്ന് തൊട്ട് അവിടെ തന്നെ. അപ്പൊ അവരുടെ ഈ മരിച്ചു കിടക്കുമ്പോഴേ ഈ മനോരമയുടെ ഒരു സമീപനം ചിരിച്ചു കളിച്ച് അവർക്ക് നല്ല ആത്മവിശ്വാസം. കാരണം രേഖകളെല്ലാം കൈ കിട്ടിയിട്ടുണ്ട്. എന്നെ ഒരു 6 മണിക്കാണ് വിളിക്കുന്നത്. 6 മണിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഫോൺ എടുത്തുകൊണ്ട് അടുത്ത താമസിക്കുന്നവരെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് വിളിപ്പിക്കുകയാണ്. അമ്മയ്ക്ക് വയ്യ, ഒന്ന് പെട്ടെന്ന് ഇനി ഓർണമെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്ത് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഒട്ടും വയ്യെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് അടുത്തുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 പേരെ വിളിച്ച് ആശുപത്രിയാക്കി ഞാൻ അതാ വരണമെന്ന് പറഞ്ഞു. അപ്പം അത് പറ്റില്ല, നിങ്ങൾ ആരും ഓടി വന്നാലേ പറ്റുള്ളൂ. ഡോക്ടറെ ഒന്നും പോയി കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചിട്ട് 20 വർഷമായി. ശരിക്കും പറഞ്ഞാൽ അമ്മയോട് എന്തോ പറയാനുള്ളത്? അമ്മ ഈ പറഞ്ഞത് വല്ലാത്തൊരു ചതിയ. ഞാൻ എന്നും വന്ന് വഴക്ക് പറയും. നിങ്ങൾ സ്വപ്നത്തിലെങ്കിലും വന്ന് കാണിക്കുക, ആരാണ് പെട്ടി എടുത്തോണ്ട് പോയി, നിങ്ങൾ എത്ര ഒന്നും വഴക്ക് ഒരു ഇതും പറയില്ല. അത് വാശിയാണ്, ഒരു വാശിയാണ്. എന്തോ ആയിക്കോട്ടെ, ഇത്രയും ഇത് നമ്മളോട് പറയരുതെന്നും അറിയിക്കരുതെന്നുള്ള ഒരു നിർബന്ധം ഈ മനോരമയ്ക്കും ഈ കൂടെയുള്ള ആൾക്കാർക്കും ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പാറശാല സ്റ്റേഷനിൽ നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞത്ത് പോയപ്പോൾ അവിടെ അറിയിച്ചു ഇങ്ങനെ മരണത്തിന്റെ. ചേച്ചി പറയും പോലെ അമ്മ സ്വപ്നത്തിൽ എന്തെങ്കിലും പറഞ്ഞു തരുമോ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അറിയാം. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. അമ്മയുടെ ആത്മാവെന്ന് പറഞ്ഞ ഒരു സംഭവം ഭൂമിയിൽ ഉണ്ടായെങ്കിൽ അമ്മ അത് തെളിയിക്കും. ആരിൽ കൂടെ എങ്കിലുമൊക്കെ തെളിയും. കാരണം അത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അവര് നേരെ ഒരു ആഹാരവും കഴിക്കൂല. അവര് നല്ല വസ്ത്രം കൊടുത്തിട്ടില്ല, നല്ല ആഹാരം കഴിച്ചിട്ടില്ല. ഈ ശേഖരിച്ച് ഈ മാസം കിട്ടുന്ന ഈ 25,000 4 മാസം ആകുമ്പോൾ 1 ലക്ഷം രൂപയായില്ലേ. അമ്മ എഴുതിയെടുത്താണ് അമ്മയുടെ ചെലവ്.
അവിടെ എഴുതാതിരിക്കുമ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പരാതി എഴുതി കൊടുക്കും. അപ്പം അങ്ങനെ ആൾക്കാർ വരുമ്പോൾ എഴുതി കൊടുക്കും. അങ്ങനെ വരുമാനമുണ്ട്. ഓ അതും വരുമാനമുണ്ട്. അത് വരുമാനമുണ്ട്. വേറെ വരുമാനമുണ്ട് എഴുതി കൊടുക്കുന്നത്. അതെ, അവിടെ പോയി അപേക്ഷ എഴുതുമ്പം ആൾക്കാർ കൊടുക്കും 100-50. പോലീസ് സ്റ്റേഷനിലുള്ള അപേക്ഷ മുഖ്യതും പോയിട്ടുള്ളത് അമ്മ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് ഒരു കാര്യം ചെയ്യും. മനോരമയുടെ എന്താ പറയാനുള്ളത്? മനോരമ ചേച്ചി, നിങ്ങൾ ഒരു മനുഷ്യ സ്ത്രീയാണ്. ഒരു സ്ത്രീയെ വഞ്ചിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും നേടാനില്ല. നിങ്ങൾ ആർക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ദൈവസന്നിധിയിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കുക. ആ പെട്ടി നിങ്ങൾ ഏത് മുഖാന്തരം കൊണ്ടുപോയെന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കുക.